പ്രജിൻ സിക്കണ്ണനും സുർജിത് നിൽക്കുന്നത് കണ്ണൂർ ടീമിനൊപ്പമാണ്. കണ്ണൂർ ടീം അവർ ബഹുദൂര മുന്നിലായിരുന്നു മിനിഞ്ഞാന്ന് വരെ. ഇന്നലെയൊക്കെ ചെറിയൊരു ഇളക്കമുണ്ട്, എന്നാൽ അവരാ മുന്നിൽ. പ്രജിൻ കപ്പടിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടോ? ഇനി പ്രജിനെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. പ്രജിൻ യെസ്, ആഷ്മി ആൻഡ് സ്മിത, ഒരു രക്ഷയില്ല. കണ്ണൂർ ജില്ലാ ടീം കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 990 പോയിന്റ് ആണ് ഈ ജില്ലാ ടീമിന് ഇതിനോടകം ഉള്ളത്. ഇനി കേവലം 8 ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയാവാൻ ബാക്കിയുള്ളത്. എനിക്ക് പിന്നിലുണ്ട് കണ്ണൂർ ജില്ലയുടെ ഫുൾ ടീമുണ്ട്. അവിടെ ഒരു ഫോട്ടോ സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് കണ്ണൂർ ജില്ലാ ടീം. വലിയ ആവേശത്തിലാണ് നമ്മുടെ ടീം ഒത്തുള്ളത്. അവർക്ക് ഇനി 8 ഇനങ്ങളിൽ എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ, എത്രമാത്രം പോയിന്റുകൾ ഇനിയും കൂട്ടാൻ കഴിയുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വലിയ ആവേശമാണ് ഈ തൃശ്ശൂർ പ്രതിനിധിയിലുള്ളത്. ഹലോ ആർപ്പോ ആർപ്പോ, ഒന്നുകൂടെ പിടിക്കാം. ആർപ്പോ, ഇതാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ ടീം. ഇത്തവണ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ ടീമാണ്, ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പം നമ്മൾ ഇത്തവണ അടിച്ചിരിക്കും, അടിക്കില്ലേ? ഓക്കെ, ഇനി 8 ഇനങ്ങളാണ്. ഇനി 8 ഇനങ്ങളാണ്. 8 ഇനങ്ങൾ. 8 ഇനങ്ങളിൽ 8ലും എ ഗ്രേഡ് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഞങ്ങൾ കണ്ണൂർ കൊണ്ടുപോകും. തൊട്ട് പിറകിൽ തൃശ്ശൂരും പാലക്കാടും ഒപ്പത്തിനൊപ്പം ഉണ്ട്. എന്ത് തോന്നുന്നു? നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാം ഓക്കെയാണ്. നമ്മൾ തന്നെ കപ്പ് ആരോ ഉണ്ടോ? നിങ്ങളാണ് പറയുന്നത്. ജെൻസി ടീമാണ് നിങ്ങൾ. അപ്പോ ഇത്തവണത്തെ കലാപൂരം അത് എങ്ങനെ ഉണ്ടായിരുന്നു? കളറായിരുന്നോ? ഉറക്കെ പറ. അടിപൊളിയായിരുന്നു. അപ്പൊ 990 പോയിന്റ് ആണ് നിങ്ങൾക്കുള്ളത്. തൊട്ട് പിറകിൽ 983 982 ഒക്കെ ഉണ്ട്. 8 ഇനങ്ങൾ ക്രൂഷ്യലാണ്. അപ്പോൾ അടുത്ത 8 ഇനങ്ങളിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഗ്രേഡ്? എല്ലാത്തിലും അതാണ് കണ്ണൂർ ജില്ലാ ടീം. അപ്പോ ആഷ്മി ആൻഡ് സ്മിത, ഇതാണ് കണ്ണൂരിന്റെ വൈബ്, ഇതാണ് കണ്ണൂരിന്റെ എനർജി. ഒന്നുകൂടെ എനർജി ഒന്ന് കൊടുത്താലോ നമുക്ക്? റെഡി അല്ലേ? അപ്പൊ ഒരു ആർപ്പോ കൂടെ. ആർപ്പോ ആർപ്പോ. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇതാണ് ടീം, ഇതാണ് കണ്ണൂർ ജില്ലാ ടീം. അപ്പൊ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ കപ്പ് ഇവരടിക്കും. സുർജിത്തെ, ഇതാണ് നമ്മുടെ ടീം. ഞങ്ങൾ തൃശ്ശൂർ 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പക്ഷെ കണ്ണൂർ കൊണ്ടുവന്നാ പറയുന്നത്. നോക്കാം, ആയിക്കോട്ടെ. എന്തായാലും കണ്ണൂർ ഗംഭീര പെർഫോമൻസ് ആണല്ലോ. അതാണല്ലോ, എന്തായാലും ഉഷാറായിട്ട് വരട്ടെ. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അപ്പൊ മണിക്കൂറുകൾ മാത്രമാണ് ഇനി സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്ന ടീമിന്. അവർക്ക് 24 നൽകുന്നുണ്ട്. 24 ചാമ്പ്യൻസ് ട്രോഫി, ഒപ്പം 10,000 rupees ക്യാഷ് പ്രൈസും ഉണ്ട്. ആരായിരിക്കും, ഏത് ജില്ലയായിരിക്കും ആ കപ്പടിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ആ ക്രൂഷ്യൽ മൊമെന്റിനായി. ഓവർ ടു യു ഹാഷ്മി ആൻഡ് സ്മിത. ആ കപ്പ് കൊടുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയായിരിക്കും. മെയിൻ കപ്പ് കൊടുക്കുന്ന മോഹൻലാൽ ആണെങ്കിലും അല്ലേ? നമ്മുടെ മോഹൻലാൽ വി ശിവൻകുട്ടി, നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ ഫ്ലോറിലെ മോഹൻലാൽ. ഇവിടെ BSS ഗുരുകുലം ഓവറോൾ ചാമ്പ്യൻ അടിക്കുന്ന ഉറപ്പായോ? ഉറപ്പിച്ചു. ഇപ്പൊ ഏതാണ്ട് 70-ലധികം പോയിന്റുകളുടെ വ്യത്യാസത്തിൽ ഇപ്പൊ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. എന്റെ പേര് ഹരി എന്നാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2ാം സ്ഥാനത്തിന് വേണ്ടി സ്കൂളുകൾക്കിടയിൽ വലിയ മത്സരം നടക്കുന്നുണ്ടെങ്കിലും 1ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ കൈയടക്കി വെച്ചിരിക്കുന്നത് ഗുരുകുലാണ്. അത് ഇത്തവണയും അതിനൊരു പതിവിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇലക്ഷൻ വർഷം ആയതുകൊണ്ട് ഒരു 3.0 ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് 3.0 ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ 13.0 ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ രഹസ്യം ചോദിച്ചോട്ടെ. എല്ലാവരും പറയും എല്ലാ കൊല്ലവും നിങ്ങൾക്ക് തന്നെയാ കിട്ടുന്നത്. എന്താ ഇതിന്റെ രഹസ്യം? അത് നമ്മൾ തീർച്ചയായിട്ടും ജൂൺ മാസം മുതലുള്ള നമ്മുടെ കഠിന പ്രയത്നമാണ്. നമ്മൾ സ്കൂൾ തുടങ്ങുന്ന ആ ദിവസം മുതൽ നമ്മൾ സെലക്ഷൻ നടത്തും. അന്ന് മുതൽ സൺഡേയും സാറ്റർഡേസും കൃത്യമായിട്ട് ചിട്ടയോടെയുള്ള പരിശീലനമാണ് നമ്മൾ ഈ വേദിയിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നത്. കൂട്ടായ്മ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സിന്റെ എല്ലാവരും കൂട്ടായ്മ, പാരന്റ്സിന്റെ സപ്പോർട്ട്, അതെല്ലാം കൂടി ആകുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞ പരിപൂർണ്ണമായിട്ട്. കുട്ടികൾ അതുപോലെ നമ്മൾ അവര് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറിട്ട് അറിയാന്നുള്ളത്. തീർച്ചയായിട്ടും അത് മിക്ക ഈ തൃശ്ശൂരിലുള്ള എല്ലാ സ്റ്റേജുകളും അത് കിടുക്കിയിട്ടുണ്ട് നമ്മള്. വിജയത്തിൽ കുറുക്കോഴികളില്ല, കഠിനാധ്വാന വഴി അല്ലേ? പിന്നല്ല, ഇവിടെ തണ്ണീർ കൂജ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ കൂജക്കകത്തുള്ള കൂജക്കകത്തുള്ള വെള്ളമൊക്കെ വെച്ച് നല്ല കൊള്ളാവോ? തണുപ്പുണ്ടോ? ഉഷാറ്, കൊള്ളാം, ഗംഭീരം. ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഒരു തണുപ്പ് നല്ല തണുപ്പാ അല്ലേ? നല്ല തണ്ണീർ കൂജയാണ് സംഭവം. അപ്പൊ ഇതിനകത്താണ് വെള്ളം. ഇതിങ്ങനെ എടുക്കാൻ പറ്റുമല്ലേ? അപ്പൊ നല്ല മണ്ണ് കപ്പാണ്. വെള്ളം കുടിക്കണമായിരുന്നേ. മണ്ണ് കപ്പാണേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.